ആയിരിക്കുന്ന സഭ അത് വിശുദ്ധന്മാരുടെ നാമത്തിലാണ് ആ സഭകളെല്ലാം സ്ഥാപിക്കപ്പെട്ടത്. യേശുവിൻ്റെ അമ്മ മറിയയുടെ നാമത്തിലാണ് ഞാൻ പോകുന്ന പള്ളി. 3 ത്രോണോസ് കുർബാനയിലാണുള്ളത്. മൂന്ന് വിശുദ്ധന്മാരുടെ നാമത്തിലാണ് വെച്ചിട്ടുള്ളത്. എല്ലാ കുരിശുകളും ഓരോ വിശുദ്ധന്മാരുടെ നാമത്തിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്താണ് ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ വിശുദ്ധന്മാരുടെ നാമത്തിൽ കർത്താവ് വരികയില്ല എന്നുള്ള അറിവാണ് എന്നെ സമുദായത്തിൽ നിന്നും വേർതിരിപ്പാനായിട്ട് ഇടയായിത്തീർന്നത്. കർത്താവ് സാത്താനോട് സംസാരിക്കുമ്പോൾ, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം ഞങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആരാധന വിശുദ്ധന്മാർക്കുള്ളതല്ല, കർത്താവിന് മാത്രമുള്ളതാണെന്ന് മനസ്സിലായപ്പോൾ ഈ സമുദായ ആരാധന ഒരു വിഗ്രഹാരാധനയായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതിൽ നിന്നും മാറാനായിട്ട് ഇടയായത്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് പാണംകുഴി എന്ന ഒരു സ്ഥലത്താണ്. പാസ്റ്റർ പി മത്തായി കുഞ്ഞ് പാസ്റ്ററുടെ ഭവനത്തിലാണ്. ഇവിടെ ഒരു കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് സുവിശേഷകൻ ജോസഫ്. ഏതാണ്ട് 25-ലധികം വർഷങ്ങളായി കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. യാക്കോബായ കുടുംബത്തിൽ നിന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയും താൻ ഒരു സഞ്ചാര സുവിശേഷകനായി സുവിശേഷ വേലയും ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. ഇദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യം നമുക്കിന്ന് കേൾക്കാം. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ പ്രിയപ്പെട്ട ദൈവദാസനോട് ഷെയർ ചെയ്യുകയും ഇദ്ദേഹത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പാസ്റ്ററുടെ അനുഭവ സാക്ഷ്യം നമുക്ക് കേൾക്കാം. അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി പാസ്റ്ററെ ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററെ, സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, എവിടെ താമസിക്കുന്നു, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഏതു സഭയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? പറയാം. എൻ്റെ പേര് PV ജോസഫ്, പൊക്കത്തായി എന്നാണ് എൻ്റെ അഡ്രസ്സ്. പുതുമന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത്. എനിക്ക് ഒരു മകനും ഒരു മകളുമാണ് ഉള്ളത്. മക്കൾക്ക് മകന് 2 മക്കളും. മകള് സ്റ്റാഫ് നേഴ്സായിട്ട് കാനഡയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. മകന് ബിസിനസ്സായിട്ട് ഈ നാട്ടിൽ തന്നെ ഉണ്ട്. കുടുംബമായി ഞങ്ങൾ സന്തോഷമായി പോകുന്നു. എത്ര വർഷമായി സുവിശേഷ വേല ചെയ്യുന്നു? 25-ാമത്തെ വയസ്സ് തുടങ്ങി ആരംഭിച്ചതാണ്. ഇപ്പോൾ 80 വയസ്സിന് കുറച്ച് മാസങ്ങളും കൂടെ ഉള്ളൂ. അത്രയും കാലവും കർത്താവിൻ്റെ വേലയിൽ തന്നെയായിരുന്നു. അതായത് ഏതാണ്ട് 50 വർഷത്തിന് മുകളിലായി. 50 വർഷമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. അതെ. അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ പൂർണ്ണമായിട്ട് കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ കഴിഞ്ഞില്ല. കുടുംബത്തിൻ്റെ ചുമതലകളും വാരബ്ദങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറേ കുടുംബകാര്യങ്ങളും അതിനോടനുബന്ധിച്ച് വേലയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ജനക്ക് ഏത് സഭാ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വന്നത്? ഞാൻ യാക്കോബായ സഭയിൽ നിന്നാണ് ഈ വിശ്വാസത്തിലേക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ പെന്തക്കോസ്റ്റലിലേക്ക് വരാനായിട്ടുള്ള ഒരു കാരണം എന്താണ്? എൻ്റെ മാതൃസഭയുടെ ഉപദേശം ഞാൻ പഠിച്ചപ്പോൾ ഈ യേശു കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ അതിൻ്റെ നടുവിലുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. അത് വിശുദ്ധന്മാരുടെ നാമത്തിലാണ് ആ സഭകളെല്ലാം സ്ഥാപിക്കപ്പെട്ടത്. യേശുവിൻ്റെ അമ്മ മറിയയുടെ നാമത്തിലാണ് ഞാൻ പോകുന്ന പള്ളി. 3 ത്രോണോസ് കുർബാനയിലാണുള്ളത്. മൂന്ന് വിശുദ്ധന്മാരുടെ നാമത്തിലാണ് വെച്ചിട്ടുള്ളത്. എല്ലാ കുരിശുകളും ഓരോ വിശുദ്ധന്മാരുടെ നാമത്തിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്താണ് ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ വിശുദ്ധന്മാരുടെ നാമത്തിൽ കർത്താവ് വരികയില്ല എന്നുള്ള അറിവാണ് എന്നെ സമുദായത്തിൽ നിന്നും വേർതിരിപ്പാനായിട്ട് ഇടയായിത്തീർന്നത്. കർത്താവ് സാത്താനോട് സംസാരിക്കുമ്പോൾ,
നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആരാധന വിശുദ്ധന്മാർക്കുള്ളതല്ല, കർത്താവിന് മാത്രമുള്ളതാണെന്ന് മനസ്സിലായപ്പോൾ ഈ സമുദായ ആരാധന ഒരു വിഗ്രഹാരാധനയായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് മാറാനായിട്ട് ഇടയായത്. അങ്ങനെ ഞാൻ മാറിക്കഴിഞ്ഞപ്പോൾ ഇനി ശരിയായ സഭ ഏതാണ് എന്ന് എൻ്റെ ഒരു അന്വേഷണം ഉണ്ടായി. ആരംഭകാലത്ത് ഞാൻ വിചാരിച്ചു വേർപെട്ട ഏതെങ്കിലും ഒരു സഭ മതി എന്ന് വിചാരിച്ചു. വീണ്ടും ഞാൻ അതേക്കുറിച്ച് അവഗാഢമായി ചിന്തിച്ച് വചനം പഠിക്കാനിടയായി തീർന്നപ്പോൾ അതിന് മുഖാന്തരമായി തീർന്നത്, ഞാനൊരു പ്രവർത്തനവുമായിട്ട് ഒരു ഫീൽഡ് വർക്കിന് പോകുമ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ പിന്നാലെ വന്ന് ചോദിച്ചു, ചേട്ടാ എനിക്കൊരു ചെറിയ സംശയമുണ്ടെന്ന് പറഞ്ഞു. എന്താ നിൻ്റെ സംശയം? ഒരു ബൈബിൾ, പല സഭ, ഇത് ഏതാണ് സത്യസഭ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. അപ്പോൾ ആ ചോദ്യം അവന് മാത്രമുള്ളതല്ല, എല്ലാവരെയും ബാധിക്കുന്ന ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നി. സത്യസഭ ഏതാണെന്ന് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ച് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ ബൈബിളിൽ ഞാൻ എൻ്റെ അന്വേഷണത്തിൽ കണ്ട കാര്യങ്ങൾ ഞാൻ ഈ മുമ്പ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ അപ്പോസ്തോലിക സഭയാണ് സത്യസഭ എന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇന്ന് കാണുന്ന വിവിധ പേരുകൾ അറിയപ്പെടുന്ന ഈ സഭകളിൽ അപ്പോസ്തോലിക സഭ ഏതാണ് എന്ന് ഞാൻ എൻ്റെ അന്വേഷണത്തിൽ കണ്ട കാര്യം പറയാം. എന്തായിരുന്നു അപ്പോസ്തോലിക സഭയുടെ പേര്? അപ്പോൾ എന്താണ് അപ്പോസ്തോലിക സഭയുടെ പേര് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ 1 കൊരിന്ത്യർ 1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് എഴുതുന്നത്. അപ്പോൾ അപ്പോസ്തോലിക സഭയുടെ പേര് ദൈവസഭ എന്നാണെന്ന് എനിക്ക് അവിടെ നിന്ന് മനസ്സിലായി. ഏത് സ്ഥലത്ത് പ്രവർത്തിക്കുന്നുവോ ആ സ്ഥലത്തോട് ചേർത്ത് ആ സഭയെ അറിയപ്പെടുന്നു. എഫേസോസിലെ ദൈവസഭ, കൊലോസിയിലെ ദൈവസഭ, ഫിലിപ്പിയിലെ ദൈവസഭ. അപ്പോൾ ദൈവസഭ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് പേര് ചർച്ച് ഓഫ് ഗോഡ് എന്നായതുകൊണ്ടാണ് ഞാൻ ചർച്ച് ഓഫ് ഗോഡ് സഭയോട് ബന്ധപ്പെട്ട് പോകാൻ ഇടയായിത്തീർന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ വേല ഫീൽഡ് വർക്കാണ്. വീടാന്തോറും കയറും, പിന്നെ ബൈബിൾ ക്ലാസ്സുകൾ എടുക്കും, ട്രാക്റ്റുകൾ അച്ചടിച്ച് കൊടുക്കും. ഇങ്ങനെയുള്ള വേലകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാർദ്ധക്യ ക്ഷീണമൊക്കെ കുറേശ്ശെ ഉണ്ടെങ്കിൽ അതിനെ തരണം ചെയ്ത് കർത്താവിൻ്റെ വേല മുഖ്യ വേലയായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പണ്ട് ഞാൻ സമുദായത്തിൽ നിന്ന കാലത്തും ഒരു ദിവസമെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം വേലയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ ചിന്താഗതി സഭ മാറാതെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കണം എന്നുള്ളതായിരുന്നു. അതിൻ്റെ മുഖാന്തരമായ ഒരു സംഭവം, ഒരിക്കലും ഞാനൊരു വീട്ടിൽ സുവിശേഷവുമായിട്ട് കടന്നു ചെന്നു. അപ്പോൾ പട്ടി കടിക്കുമോ എന്ന് ഞാൻ ആ വീടിൻ്റെ വാതിൽക്കൽ നിന്ന് വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഒരു സഹോദരി ഇറങ്ങി വന്ന് എന്നെ കണ്ടിട്ട് ഒന്നും പറയാതെ അവൾ മടങ്ങി വീട്ടിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് അവരുടെ വീട്ടിലോട്ട് കയറി ചെന്നു. എന്നിട്ട് എൻ്റെ വേലയുടെ പശ്ചാത്തലങ്ങളൊക്കെ മുഖവരിയായിട്ട് ഞാൻ അവരോട് പറഞ്ഞു. ഞാനൊരു യാക്കോബായ സഭയിൽപ്പെട്ട ഒരാളാണ്, കർത്താവിൻ്റെ വേല ചെയ്യാൻ വന്നതാണ്, അങ്ങനെയാണ് ഇവിടെയും വരാനായിട്ട് ഇടയാത്തീർന്നെന്നുള്ള ഒരു പശ്ചാത്തലം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, ചായ കുടിച്ചിട്ട് പോകാം എന്ന് പറയുകയാണ്. അപ്പോൾ പട്ടി കടിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഒരു വാക്ക് പോലും പറയാത്ത ഈ കൊച്ച് ചായ കുടിച്ചിട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളൊരു കണ്ടപ്പോൾ ഒരു യഹോവ സാക്ഷിയാണെന്നാണ് വിചാരിച്ചത്, യാക്കോബയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി എന്ന് പറഞ്ഞു. ഞാൻ ഈ പള്ളിയിലെ സ്ത്രീ സമാജത്തിൻ്റെ സെക്രട്ടറിയാണെന്ന് അവൾ എന്നോട് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഉപദേശം എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഈ സഭ യാക്കോബയാന്ന് പറഞ്ഞ വീട്ടിൽ കയറ്റുമല്ലോ എന്ന് വിചാരിച്ചാണ് സഭ മാറാതെ നിന്ന് പ്രവർത്തിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ആരാധന എന്നുള്ള വിഷയം എൻ്റെ ഹൃദയത്തിൽ വരാനിടയായിത്തീർന്നത്. ഈ ആരാധന ആരെ എവിടെ വെച്ച് ആരാധിക്കണമെന്ന് പഠിച്ചു വന്നപ്പോൾ മിസ്രൈമിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ആരാധിക്കാൻ ദൈവം അവകാശം കൊടുത്തില്ല. മരുഭൂമിയിൽ പോയി 3 ദിവസത്തെ വഴി ചെന്ന് നിങ്ങൾ യഹോവയെ ആരാധിക്കണം എന്ന് മോശയോട് ദൈവം പറഞ്ഞു. അപ്പോൾ ആരാധനയ്ക്ക് അവിശ്വാസികളുമായി ഇണയില്ലപ്പിണ കൂടിയുള്ള ആരാധന ദൈവപ്രസാദമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രവർത്തിക്കാൻ നമുക്ക് ഏത് സഭയിൽ നിന്നായാലും കഴിയും. എന്നാൽ
ആരാധന അങ്ങനെ നടക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ആരാധനയ്ക്ക് വേർതിരിയണമെന്ന് എനിക്ക് മനസ്സിൽ തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സൺഡേ സ്കൂളിൽ, ഇവിടെ പുതുമന സൺഡേ സ്കൂളിൽ ഒരു കൂട്ടായ്മ യോഗമുണ്ട്. അതിനകത്ത് ഞാൻ സംബന്ധിക്കുകയും അവിടെ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നി വിശ്വാസസ്നാനം സത്യമാണ്, അത് എടുക്കണം എന്നെൻ്റെ ഹൃദയത്തിൽ ഒരാലോചന ദൈവം തന്നു. അപ്പോൾ സഭ മാറുകയും ചെയ്യരുത്, വിശ്വാസസ്നാനം എടുക്കുകയും ചെയ്യണം എന്നുള്ള ചിന്ത വന്നപ്പോൾ ആരും അറിയാതെ സ്നാനപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഇവിടുന്ന് കുമ്പനാട് എബ്രോൻ മൈതാനത്ത് നടക്കുന്ന IPC കൺവെൻഷനിൽ പോയി സംബന്ധിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ മൂവാറ്റുപുഴ വിട്ട് തെക്കോട്ട് അധികം പോയിട്ടില്ല. ആ സമയത്ത് ഞാൻ തീരുമാനിച്ചു ഏതായാലും തിരുവല്ലയ്ക്ക് പോകാം. ജോലിയൊക്കെ ചോദിച്ച് തിരുവല്ലയിൽ ചെന്നിറങ്ങി അവിടെ നിന്ന് കുമ്പനാട്ടിനുള്ള വണ്ടി കയറി എല്ലാവരും ഇറങ്ങിയ സ്ഥലത്ത് ഞാനും യോഗത്തിനായിട്ട് പോയി. അപ്പോൾ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് അവിടെ ഒരു സ്നാന ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ദേവദാസൻ വിളിച്ചു പറഞ്ഞു, സ്നാനപ്പെടാൻ ആഗ്രഹമുള്ളവരെല്ലാവരും വരാം, മുമ്പോട്ട് വരാം. അങ്ങനെ ഞാനും ആ സ്നാന ശുശ്രൂഷയ്ക്ക് വേണ്ടി മുമ്പോട്ട് ചെന്നു. അപ്പോൾ അതിനകത്ത് ഏറിയ പങ്ക് ആളുകളും ഈ വിശ്വാസികളുടെ മക്കളായിരുന്നു. ഞാൻ മാത്രമാണ് സമുദായത്തിൽ നിന്ന് വന്നയാൾ. അപ്പോൾ അവരെന്നോട് ഓരോരുത്തരോട് ചോദിച്ചു എവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ അവരുടെ സഭയെക്കുറിച്ചും അവിടെ പ്രവർത്തിക്കുന്ന പാസ്റ്ററെക്കുറിച്ചും എല്ലാം മറുപടി പറഞ്ഞു. എൻ്റെ അടുക്ക വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു യാക്കോബായ സഭയിൽപ്പെട്ട ആളാണ്, സ്നാനം സത്യമാണെന്ന് ബോധ്യപ്പെട്ടു, അതെടുക്കാനായിട്ട് ഞാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സ്നാനപ്പെട്ടാൽ നീ എവിടെ നിൽക്കും എന്നോടൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഞാൻ അവരോട് ഈ എത്യോപ്യക്കാരൻ ഷണ്ണനെ ഫിലിപ്പോ സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ നീ എവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടാണോ സ്നാനപ്പെടുത്തിയത് എന്ന് ചോദിക്കണമെന്ന് എൻ്റെ മനസ്സിൽ വന്നതാണ്. പക്ഷെ ഒരു ദേവദാസനോട് അത് ചോദിച്ച് ഇനി പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ശാന്തമായിരുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആരും അറിയാതെ സ്നാനപ്പെട്ടേച്ച് പോരണമെന്ന് വിചാരിച്ചാണ് പോയത്. എന്നാൽ ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും ആ വാർത്ത എൻ്റെ മുമ്പ് ഇവിടെ എത്തി. പലരും എൻ്റെ വീട്ടിലോട്ട് വന്നു, ചേട്ടൻ സ്നാനപ്പെട്ടു എന്ന് കേട്ടല്ലോ, ആ വിവരം അറിഞ്ഞിട്ട് വന്നതാണ് എന്നും പറഞ്ഞു വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ സ്നാനപ്പെട്ടില്ല, ഞാൻ യോഗത്തിന് പോയി എന്നുള്ളത് ശരിയാണെങ്കിൽ ഞാൻ സ്നാനപ്പെട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ വീണ്ടും ഞാൻ ആ സ്നാനം എടുക്കാൻ കാരണം ദൈവവചനം സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ സ്നാനമെടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ 1973 ഞാൻ സ്നാനപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ആരംഭകാലത്ത് എനിക്ക് ഈ ഏതെങ്കിലും ഒരു വേർപെട്ട സഭ വേണം എന്നുള്ള ചിന്താഗതിയിൽ ഞാൻ IPC സഭയോട് ബന്ധപ്പെട്ടാണ് സ്നാനപ്പെട്ടത്. അങ്ങനെ പുതുമന IPCയുടെ ആരംഭത്തിലെ വിശ്വാസിയായിട്ട് എന്നെ ദൈവം വിളിച്ച് വേർതിരിച്ചു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ചർച്ച ബോർഡിലേക്ക് ദൈവം എന്നെ അയച്ചത്. അങ്ങനെയാണ് ചർച്ച ബോർഡിനോട് ബന്ധത്തിൽ ഇപ്പോൾ വേലയിലായിരിക്കാനായിട്ട് ഇടയായിത്തീർന്നത്. 1993 മുനിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രവർത്തനവുമായിട്ട് ഞാൻ കടന്നുപോയൊരു പുതിയ വേലയായിരുന്നു. അവിടെ ഒന്നാമത്തെ വർഷം 30 ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ ആദ്യ വർഷം തന്നെ 33 പേരവിടെ കർത്താവിൽ ജലത്തിൽ സാക്ഷിപ്പാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഇന്ന് അവിടെ ഒരു 10-40 വിശ്വാസികളോട് അടങ്ങുന്ന ഒരു സഭ IPCയുടെ ബന്ധത്തിൽ അവിടെ ഉണ്ട്. ആ സഭയ്ക്ക് വേണ്ടിയെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വേല ഇനി ഭൗതികമായ സമ്പത്തിന് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി എൻ്റെ ആയുസ് മുഴുവൻ ചെലവഴിക്കണം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ അക്കാര്യത്തെക്കുറിച്ച് സഭയിൽ എൻ്റെ സാക്ഷ്യം പറഞ്ഞു. സഹോദരന്മാരെ, ഇത്രയും കാലം ഞാൻ ഭൗതിക നന്മയും ആത്മീയ പ്രവർത്തനവുമായിട്ട് സഹകരിച്ച് നടന്നു. എന്നാൽ ഇനി എൻ്റെ വേല അനേക ആത്മാക്കളെ കർത്താവിന് വേണ്ടി നടത്തണം എന്നുള്ളതാണ്. ദൈവവചനപ്രകാരം കാലാവധി പറഞ്ഞാൽ ഏറി വന്നാൽ 80 സംവത്സരം എന്നാണ് കാണുന്നത്. അതിനോട് അടുത്ത ഒരു പീരീഡിലാണ് ഞാൻ നിൽക്കുന്നത്. എങ്കിലും ദൈവം എത്ര നാൾ ആയുസ് തരുന്നുവോ അത്രയും നാളും കർത്താവിന് വേണ്ടി വേല ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അച്ഛൻ ഈ യാക്കോബായ സഭയിൽ നിന്ന് പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിച്ചപ്പോൾ അച്ഛൻ്റെ കുടുംബക്കാരും പള്ളിക്കാരും ഒക്കെ എതിർത്തില്ലേ? എതിർത്തു. അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ഏതൊക്കെ രീതിയിലുള്ള എതിർപ്പുകളാണ് ബന്ധുമിത്രാദികളുടെ ഭാഗത്തു നിന്നും അതുപോലെ സഭയിൽ നിന്നൊക്കെ ഉണ്ടായത്?
എനിക്കൊരു ജ്യേഷ്ഠനുണ്ട്. ഇപ്പോൾ അദ്ദേഹം യാക്കോബായ സഭയിലാണ് നിൽക്കുന്നത്. എൻ്റെ അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെന്തക്കോസ്തുകാരാണെന്നുള്ള നിലയ്ക്ക് അച്ഛൻ വരില്ല, വീട്ടിൽ കിടന്ന് മരിച്ചാലെന്ന് പറയുക കാരണം ചേട്ടൻ്റെ വീട്ടിലോട്ട് അപ്പനെ കൊണ്ടുപോയി. അവിടെ വെച്ച് അപ്പൻ മരിച്ചു കഴിഞ്ഞ് അടക്കമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അപ്പൻ്റെ 40 കഴിക്കണതിനെ കുറിച്ചുള്ള ചർച്ചയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, 40 കഴിക്കണതിന് എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ ഞാൻ അതിനകത്ത് സഹകരിക്കില്ല എന്ന് എൻ്റെ വിശ്വാസ സാക്ഷ്യം പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ അപ്പൻ ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ വീട്ടിലൊരു യോഗം നടത്താൻ അപ്പൻ സമ്മതിക്കില്ലായിരുന്നു. ഉപദേശിമാരെ വീട്ടിൽ കയറ്റില്ല. ഉപദേശി വന്നാലും അപ്പൻ ഉപദേശിമാരോട് എതിർത്ത് സംസാരിക്കുന്നതുകൊണ്ട് അപ്പൻ ഉപദേശിമാർക്ക് വരാൻ പേടിയായിരുന്നു. വീട്ടിലേക്ക് കടന്നു വരാൻ പേടിയാണ്. വഴിയരിയിൽ നിന്നൊക്കെ വിളിച്ച് വിശേഷമൊക്കെ ചോദിച്ചൊക്കെ പോകാറ് പതിവ്. അപ്പോൾ അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു, എന്നാൽ വീട്ടിൽ വെച്ച് ഒരു പ്രാർത്ഥനാ യോഗം നടത്താം എന്ന് വിചാരിച്ച് നടത്തി. അപ്പോൾ അത് 16ാമത്തെ അപ്പം മരിച്ചതിൻ്റെ 16ാമത്തെ ദിവസം. ഞാൻ ദിവസമൊന്നും എണ്ണി വെച്ചതല്ല. അപ്പോൾ ചേട്ടൻ ഇതിൻ്റെ ദിവസങ്ങൾ എണ്ണി നോക്കിയപ്പോൾ 16ാമത്തെ ദിവസമാണ് അപ്പം മരിച്ചത്. 16ാം ദിവസം. അപ്പോൾ അന്ന് വന്നവർക്ക് എല്ലാവർക്കും ഒരു കാപ്പിയൊക്കെ കൊടുത്തപ്പോൾ ഇവരെന്നെ പരിഹസിച്ച് പറഞ്ഞൊരു വാക്കിന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ അപ്പൻ്റെ 40 കഴിച്ചു, അവൻ അപ്പൻ്റെ 16 കഴിച്ചു എന്ന് അവർ പറഞ്ഞു നടന്നു. അപ്പോൾ എൻ്റെ വിരോധികളായ ആൾക്കാർക്ക് എന്നോട് പക വീട്ടാനായിട്ടൊരവസരം അങ്ങനെ ഒന്നാണ് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത്. പിന്നെ അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ കുടുംബത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ സന്തോഷമായിട്ട് കർത്താവിൻ്റെ വേലയ്ക്കും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കാനൊക്കെ ഇറങ്ങിത്തിരിപ്പാനായിട്ട് ഇടയായി തീർന്നു. പിന്നീട് ഇന്ന് അങ്ങനെ ഒരു പ്രയാസങ്ങളൊന്നും ജീവിതത്തിലില്ല. സന്തോഷമായിട്ട് അങ്ങനെ പോകുന്നു. കർത്താവിന് സ്തോത്രം. അച്ചായൻ്റെ ഈ സുവിശേഷ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട് ആദ്യകാലത്ത് ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്? ആദ്യകാലത്ത് എനിക്ക് വലിയ അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയ തോതിൽ ഇങ്ങനെ ട്രാക്റ്റുകൾ ആരുടെയെങ്കിലും വാങ്ങിച്ച് ഇങ്ങനെ വീടുകളിൽ കൊടുത്ത് ചെറിയ തോതിൽ ബൈബിൾ ക്ലാസ് എടുക്കും. അപ്പോൾ അങ്ങനെ കൂട്ടായ്മ യോഗങ്ങളിലൊക്കെ സംബന്ധിച്ചൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നെ കൺവെൻഷന് വേണ്ടി ആൾക്കാർ ഇങ്ങനെ വിളിക്കാനിടയായി. ഒരു കൺവെൻഷൻ വെങ്ങോല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളിയിൽ ഒരു കൺവെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ ഈ യാക്കോബായ സഭയിൽ നിൽക്കുന്ന കാലത്തും ഈ കൈ മുത്തുകയോ സ്ലീവ മുത്തുകയോ ഒന്നും ചെയ്യാറില്ല. വേർപെട്ട് അങ്ങനെ അതിനകത്ത് ഒതുങ്ങി കഴിയാറ്. ബഹുപുരുഷാരമുള്ള ഒരു സമൂഹത്തിൽ വേർപെട്ട് നമ്മളിങ്ങനെ മാറി നിന്ന് ആരും അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ രഹസ്യമായിട്ട് ഈ വേർപാട് പാലിച്ച് അവിടെ നിന്നു. അപ്പോൾ ഈ വെങ്ങോല കൺവെൻഷനിൽ ഞാനും എൻ്റെ കൂടെ ഒരു ദൈവദാസനുണ്ട്, അച്ഛനും കപ്പ്യാരും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ്റെ കൈ മുത്തി ഒരു പുസ്തകത്തിൽ ഒരു കുരിശടയാളത്തിലൊരു തുണി വിരിച്ചിട്ടുണ്ട്, അതേൽ മുത്തി വേണം പുറത്തോട്ട് കടക്കാൻ. എൻ്റെ കൂടെ ഉള്ളവനൊരു കപ്പ്യാരായിരുന്നു. അപ്പോൾ അവന് ഈ തിയറികളൊക്കെ അറിയാം. അപ്പം ഞാൻ എൻ്റെ ദൈവമേ ഇത്രയും കാലം രഹസ്യമായി ഈ കാര്യം സൂക്ഷിച്ചു, ഇനി എങ്ങനെയാണ് ഞാൻ ഈ ഇപ്പോൾ കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്നേക്കണു, അച്ഛൻ്റെ കൈമുത്തിയില്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാകുമല്ലോ. ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തോട്ട് കടന്നു. ഇത് കൈമുത്തി പുറത്തോട്ട് ഞാൻ കടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ജോസേ, നമ്മെപ്പോലെയുള്ള ആളുകളായിരുന്നു ശദ്രക്കും മേശക്കും അഭേദനവുമെങ്കിൽ തീച്ചൂളയിൽ പോകേണ്ട വരികയില്ലായിരുന്നു. അവസരം പോലെ നീങ്ങിങ്ങി മതിയായിരുന്നല്ലോ. ഇനി തല പോകുന്ന വിഷയമുണ്ടായാലും ഇങ്ങനൊരു സംഭവമില്ല എന്ന് ഞാൻ ആ പള്ളിമുറ്റത്ത് വെച്ചൊരു തീരുമാനമെടുത്തു. അന്ന് രാത്രി അവിടെ പ്രസംഗിച്ചു. ഞാൻ വീട്ടിലോട്ട് പോന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചേലാടിനടുത്ത ഊഞ്ഞാപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു കൺവെൻഷൻ, അതായത് ഒരു പള്ളിയുടെ ഒരു ചാപ്പൽ പള്ളി പണിതുണ്ട്, അതിൻ്റെ ഉദ്ഘാടനവും കൺവെൻഷനുമായിട്ട് അവർ വെച്ചതാണ്. അപ്പോൾ പ്രാസംഗികന്മാരെ കിട്ടാതെ വന്നപ്പോൾ അവർ എൻ്റെ അടുക്ക് വന്നു അവിടെ പ്രസംഗിക്കാൻ എല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരന്മാരെ, എനിക്ക് കൺവെൻഷൻ പ്രസംഗിക്കാനുള്ള കഴിവൊന്നുമില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, പണ്ട് അവിടെ വന്നപ്പോൾ പ്രസംഗിച്ച പോലെ പ്രസംഗിച്ചാൽ മതി എന്നും പറഞ്ഞ് എന്നെ ക്ഷണിച്ചു. ഞാൻ അവിടെ യോഗത്തിനായിട്ട് അപ്പോൾ എൻ്റെ ഒരു അളിയനുണ്ട്, അളിയനെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ കൂടി ഒരു ദിവസം വരാം എന്നും പറഞ്ഞ് ഡേറ്റും തീരുമാനിച്ച് പോയി. അപ്പോൾ നോട്ടീസിനകത്ത് തിരുമേനിമാർ വരുന്ന കാര്യങ്ങളൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ ചെന്ന്
അപ്പോൾ ചെന്നപ്പോഴാണ് കടവിൽ പോൾ എന്ന് പറഞ്ഞൊരു തിരുമേനിനെ അവിടെ ഉദ്ഘാടനത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ചിന്തിച്ചു, ദൈവമേ, വെങ്ങോലപ്പള്ളിയിൽ വെച്ച തീരുമാനം ഇന്ന് പൊളിയോ എന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് തീരുമാനിച്ചു. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീരുമാനം നമ്മൾ എപ്പോൾ എടുക്കുന്നുവോ അന്ന് തുടങ്ങി ആ തീരുമാനത്തെ തെറ്റിക്കാൻ സാത്താൻ പരിശ്രമിക്കുന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. അപ്പോൾ പാപമെന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റിക്കുക എന്നുള്ളതാണ്. ഞാനിതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അളിയനോട് ഞാൻ പറഞ്ഞു, അളിയൻ ആദ്യം പ്രസംഗിക്കും, ഞാൻ ഒടുക്കം പ്രസംഗിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ തീരുമാനം എന്നെ വിളിച്ചവർക്കും അറിയാൻ പാടില്ല, അളിയനും അറിയാൻ പാടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തിരുമേനിയുടെ ഉദ്ഘാടന പ്രസംഗമൊക്കെ കഴിഞ്ഞ്, അപ്പോൾ വരാന്തയിൽ സ്റ്റേജ്, മുറ്റത്ത് പന്തൽ, അങ്ങനെയായിട്ടുള്ളൊരു കെട്ടിടമായിരുന്നു. തിരുമേനിയുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് അകത്തോട്ട് കയറിയപ്പോൾ ഞാൻ അളിയനോട് പറഞ്ഞു, അളിയൻ ആദ്യം പ്രസംഗിച്ചോ, ഞാൻ ഒടുക്കം പറയാം, അപ്പോഴും തിരുമേനി പോണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അളിയൻ പറഞ്ഞു, നീ ആദ്യം പ്രസംഗിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പുസ്തകം എടുത്തുകൊണ്ട് സ്റ്റേജിലേക്ക് കയറി. അപ്പോൾ തിരുമേനിയുടെ ചുമതല നിർവഹിക്കാൻ വേണ്ടി തിരുമേനി സ്ലീബയായിട്ട് വന്നു, എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, തിരുമേനി, ഞാൻ സ്ലീബ മുത്തുന്ന ആളല്ല എന്ന് പറഞ്ഞു. അപ്പോൾ തിരുമേനി എന്നോട് ചോദിച്ചു, യാക്കോബക്കാരനല്ലേന്ന് ചോദിച്ചു. ആ, യാക്കോബക്കാരനാണെന്ന് പറഞ്ഞു. ഇവിടെ പ്രസംഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ തീരുമാനം ഞാൻ ലംഘിക്കുന്നില്ല എന്ന് ഞാൻ ഉറച്ചു. അങ്ങനെ പറഞ്ഞപ്പോൾ തിരുമേനി അളിയൻ കയറി സ്ലീബ മുത്തി പ്രസംഗിച്ചു. ആ പ്രസംഗം കഴിഞ്ഞ് പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ആൾക്കാർ, ഈ മദ്യപാനികളായ ആളുകളെല്ലാവരും എഴുന്നേറ്റു. ഈ ഉപദേശിനെ വിളിച്ചവൻ ആരടാ, വണ്ടി വിളിക്കടാ, കൊണ്ടുവന്നുവിടാന്നും പറഞ്ഞു ഭയങ്കര ബഹളം. അപ്പം ഞാൻ അന്ന് എനിക്ക് ഈ ഉപദേശിമാർക്കുള്ള പ്രത്യേകം ഷർട്ടും കുപ്പായൊന്നും ഇല്ലാത്തത് കൊണ്ട് യോഗം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഇവർ ഉപദേശിനെ തപ്പി നടന്നു. പക്ഷേ എന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ തല്ലിൽ നിന്ന് അവരുടെ ഉപദ്രവത്തിൽ ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ആരോടും ഈ സംഭവം പറയുന്നില്ല. അന്ന് രാത്രി അവിടെ കിടന്ന് പിറ്റേ ദിവസം വീട്ടിൽ വന്നു. അപ്പോൾ ഈ സംഭവം അളിയനോട് പറഞ്ഞു, അളിയൻ പെങ്ങളോട് പറഞ്ഞു. പെങ്ങൾ വീട്ടിൽ വന്ന് ഈ വിവരം ഫ്ലാഷാക്കി. അപ്പോൾ എൻ്റെ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഒന്നുകിൽ നീ യാക്കോബായ സഭയുടെ ഉപദേശം അനുസരിച്ച് പോകണം, അല്ലെങ്കിൽ നിനക്ക് വിശ്വാസമുള്ള സഭയിൽ പോകണം, ഇവിടെ നിന്നുകൊണ്ട് കലക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ശരി, എന്നാൽ എനിക്ക് വിശ്വാസമുള്ള സഭ എന്ന് വരുന്നു അന്ന് ഞാൻ മാറും എന്ന് ചേട്ടനോട് പറഞ്ഞു. ആ വർഷം തന്നെയാണ് സഭയുടെ പ്രവർത്തനങ്ങൾ വന്നു, ഞാൻ മാറാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെയാണ് യാക്കോബായ സഭയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് മാറാൻ ദൈവം ഒരു മുഖാന്തരം അങ്ങനെ ഒരുക്കിയത്. ഈ യാക്കോബ സഭയിൽ നിന്ന് നിൽക്കുമ്പോൾ പിന്നീട് പെന്തക്കോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ യാക്കോബായ സഭയുടെ തെറ്റായ ഉപദേശങ്ങളെക്കുറിച്ച് ബോധ്യമായി. അത് ഏതൊക്കെയാണ്, വചനാടിസ്ഥാനത്തിൽ അത് ഏതൊക്കെയാണ് യാക്കോബായ സഭയിലെ തെറ്റായ ഉപദേശങ്ങൾ, അവരുടെ ആരാധന രീതികൾ, വസ്ത്രധാരണം, ഇത് ബൈബിളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അത് തെറ്റാണ് എന്ന് ബോധ്യമായതുകൊണ്ടാണല്ലോ പെന്തക്കോസ്റ്റിലേക്ക് വന്നത്. അത് ഏതൊക്കെ കാര്യങ്ങളാണ് വചനവിരുദ്ധം, യാക്കോബ സഭയിൽ വചനവിരുദ്ധം എന്ന് അച്ചായന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ? ഒന്ന്, യേശുവിൻ്റെ നാമത്തിൽ ആരാധനയില്ല എന്നുള്ളതാണ്. വിശുദ്ധന്മാരുടെ നാമത്തിലാണ് എല്ലാ പള്ളികളും വെച്ചിട്ടുള്ളത്. ഒരിക്കലും എന്നോടൊരാൾ ചോദിച്ചു, ജോസഫേ, കർത്താവിന് വേണ്ടി ജീവിക്കുന്നതിന് സഭ മാറേണ്ട കാര്യമുണ്ടോ എന്നെന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ, ഞാൻ മാറാനൊരു കാരണമുണ്ട് എന്ന് പറയാണ്. അത് പറയാമോ എന്ന് ആ മനുഷ്യനോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്താണ് ഞാൻ വരുവുള്ളൂ എന്ന് കർത്താവ് മത്തായി സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുമ്പോൾ യേശു കർത്താവിൻ്റെ നാമമില്ലാത്ത ഒരു സ്ഥലത്തും കർത്താവ് വരുന്നില്ല എന്നുള്ളത് സ്പഷ്ടമാണ്. എല്ലാ പള്ളികളും, എൻ്റെ പള്ളിയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, നിൻ്റെ പള്ളി മാത്രമല്ല, എല്ലാ പള്ളിയും ഓരോ വിശുദ്ധന്മാരുടെ നാമത്തിലാണ് വെച്ചിരിക്കുന്നത്. എല്ലാ കുരിശുകളും ഓരോ പുണ്യവാളുടെ നാമത്തിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പള്ളിയിൽ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ നാമത്തിലാണ് കർത്താവ് വരുവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ പുണ്യവാളന്മാരുടെ നാമത്തിൽ കർത്താവ് വരില്ല എന്നുള്ളത് സ്പഷ്ടമാണ്. അതുകൊണ്ടാണ് മാറിയതെന്ന് പറഞ്ഞപ്പോൾ ഈ ചോദിച്ച മനുഷ്യൻ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മാറേണ്ടതാണല്ലോ എന്നോട് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്, ഈ ഈ കുർബാന മധ്യേ ഈ പുരോഹിതൻ
കാസായും ബീലാസായും എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. പിതാവായ ദൈവവും പുത്രനായ കർത്താവും പരിശുദ്ധാത്മാവായ ദൈവം ഒഴികെ പരിശുദ്ധനില്ല എന്നാണ് അത് പറയുന്നത്. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാത്രമേ ദൈവമുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതിന് പരിശുദ്ധനുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും പറയുന്ന ഒരു ഗീതമുണ്ട്. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി എന്ന് ചൊല്ലുന്ന ഒരു ഗീതമുണ്ട്. അപ്പോൾ ഈ 3 പേർ ഒഴികെ പരിശുദ്ധനില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഈ പരിശുദ്ധന്മാർ പിന്നെ എവിടെ നിന്ന് വന്നതാണെന്ന് ഇന്ന് വരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു. പിന്നീട് വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ ഇടകലർന്നുള്ള ആരാധന ദൈവവചനത്തിന് ചേർന്നതല്ല. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്, അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങൾ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രിപുത്രന്മാരുമായിരിക്കും. അപ്പോൾ വേർപെടണം എന്നുള്ളതായ ഒരു ഉപദേശം ദൈവവചനത്തിലുള്ളത് കൊണ്ട് അത് അവിടെ നടക്കാതെ വന്നപ്പോഴാണ് അവിടെ നിന്ന് മാറാനായിട്ട് ഇടയായിത്തീർന്നത്. ഇപ്പോൾ പെന്തക്കോസ്ത് നാളിൽ പത്രോസ് നിന്ന് പ്രസംഗിക്കുമ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ട ആളുകൾ ചോദിച്ച ചോദ്യമുണ്ട്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യണം? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ 7 കൂട്ടം കാര്യങ്ങൾ പത്രോസ് അവിടെ പറയേണ്ടത്. നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ സ്നാനപ്പെടണം, നിങ്ങൾ വക്രതയുടെ തലമുറന്ന് വേർപെടണം, കൂട്ടായ്മ ആചരിക്കണം, അപ്പം നുറുക്കണം, പ്രാർത്ഥന കഴിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്നുള്ള കാര്യങ്ങൾ 7 കൂട്ടം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ആ 7 കൂട്ടം കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് അവിടെ നിന്ന് വേർപെടാനായിട്ട് ഇടയായി തീർന്നത്. പിന്നെ സ്നാനം, വിശ്വാസ സ്നാനം എന്നുള്ള വിഷയം യാക്കോബായ സഭയിലില്ല. ശിശുക്കളെയാണ് അവിടെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ അപ്പോസ്തോലിക സഭയിലെ സ്നാനത്തെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 8-ാം വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? പള്ളിപ്രമാണിയായ ക്രിസ്പോസും കുടുംബവും കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകരെ കർത്താവിൽ വിശ്വസിച്ച് സ്നാനമേറ്റു. അപ്പോൾ നമ്മൾ സ്നാനപ്പെടേണ്ടത് എങ്ങനെയാണ്? വിശ്വസിച്ച് സ്നാനപ്പെടണം. അപ്പോൾ ചോദിക്കാം, ശിശുസ്നാനത്തിൻ്റെ തെറ്റെന്താണ്? ഒരു കുഞ്ഞിനെ നമ്മൾ സ്നാനപ്പെടുത്താനായിട്ട് കൊണ്ടുപോകുമ്പോൾ ആ കുഞ്ഞിന് വേണ്ടി പകരം പറയാൻ നമ്മൾ തലത്തൊട്ടപ്പൻ എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുപോകും. ആ കുഞ്ഞ് പറയേണ്ട കാര്യങ്ങൾ ഈ തലത്തൊട്ടപ്പം പകരം പറയുന്നത് എങ്ങനെയാണ്? സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. അപ്പോൾ ആരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്? സാത്താൻ ഉപേക്ഷിച്ച് മിശിഹായെ വേണം നമ്മൾ, സാത്താൻ ഉപേക്ഷിച്ച് മിശിഹ സ്വീകരിച്ചിട്ട് വേണം നമ്മൾ സ്നാനപ്പെടാൻ. അങ്ങനെ വന്നപ്പോൾ യാക്കോബായ സഭയിലെ ശിശുക്കൾ യേശുവിനെ സ്വീകരിക്കാതെ സ്നാനപ്പെട്ടത് കൊണ്ട് ആ സ്നാനം തെറ്റായിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസ സ്നാനം എടുക്കണമെന്ന് പറയണത്. ഈ സ്നാനം എന്തിനാണ്? ക്രിസ്തുവിനോട് ചേരുവാൻ നമ്മൾ സ്നാനമേറ്റു എന്നാണ് വേദോസം പഠിപ്പിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിനോട് ചേരാൻ ഈ സ്നാനത്തിൽ 2 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ നിങ്ങൾ അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ അടക്കപ്പെടലും ഉയർത്തെഴുന്നേൽപ്പും സ്നാനത്തിൽ നടക്കണം. ആ സ്നാനം തളിപ്പ് സ്നാനത്തിൽ നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് മുഴുകൽ സ്നാനം വെള്ളത്തിലിറങ്ങി ചെയ്യണമെന്ന് പറയാനുള്ള കാരണം. ഇപ്പോൾ ഈ പണ്ട് കാലത്ത് ഈ സ്നാനം മുക്കലായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടെ പറയാം. ഇപ്പോൾ കുഞ്ഞിനെ നമ്മൾ കൊച്ചിനെ എന്നാൽ മാമോദിസ മുക്കണേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മുക്കലായിരുന്നു അതിൻ്റെ രീതി. കുഞ്ഞുങ്ങളെ അല്ലായിരുന്നു മാത്രം, കുഞ്ഞുങ്ങളെ ഇടയ്ക്ക് കയറി വന്നതായതുകൊണ്ടാണ് ഈ തളിപ്പിലേക്ക് മാറേണ്ടതായിട്ട് വന്നത്. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് ആശാൻ്റെ അടുക്ക പഠിക്കുന്ന സമയത്ത് അവിടെ ഓലയിലാണ് അക്ഷരങ്ങൾ എഴുതി തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ കൊച്ചെന്ന ഓല പഠിക്കണമെന്നാണ് ചോദിക്കുന്നത്. കടലാസ് ബുക്കിൽ എഴുതി കൊടുത്തപ്പോൾ ഇപ്പോഴും പറയണേ എന്തോന്നാ, കൊച്ചെന്നാ ഓല പഠിക്കണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പണ്ട് ഓലയിൽ എഴുതി തന്നാണ് ആ പേര് വന്നതെന്നും ഇന്നും ആ പേര് മാറ്റിയിട്ടില്ല എന്നും പറഞ്ഞതുപോലെ തന്നെയാണ്
സ്നാനത്തെക്കുറിച്ചും പണ്ട് മുക്കലായിരുന്നു കൊണ്ടാണ് ശിശുക്കൾ മാമോദിസ കൊടുക്കുമ്പോഴും എന്നാൽ കൊച്ചിനെ മാമോദിസ മുക്കണേന്ന് പറയാനുള്ള കാരണം. അപ്പോൾ അടക്കവും പുനരുത്ഥാനവും നടക്കണമെങ്കിൽ മുഴുകൽ സ്നാനത്തിൽ നടക്കുമെന്ന് പറയാൻ കാരണം വെള്ളത്തിലേക്ക് താഴ്ത്തി മുക്കണത് അടക്കലും വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത് ഉയർത്തെഴുന്നേൽപ്പിന് സാദൃശ്യമാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് യോർദാൻ നദിയിൽ മുഴുകി സ്നാനപ്പെടാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ വിശ്വാസസ്നാനമാണ് അപ്പോസ്തോലിക സഭയുടെ മാതൃകയുള്ള സ്നാനം. കർത്താവ് നമ്മളോട് പറഞ്ഞ ഒരു കൽപ്പനയുമാണ് സ്നാനപ്പെടണം എന്നുള്ളത്. അപ്പോൾ സ്നാനം യാക്കോബായ സഭയിൽ ഇങ്ങനെയുള്ളൊരു സ്നാനം കിട്ടാതെ വന്നപ്പോഴാണ് അവിടെ നിന്നും അത് എടുക്കേണ്ടതായിട്ട് വന്നത്. ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങാൻ ചെന്നാൽ അവിടെ അതില്ലെങ്കിലുള്ള കടയിൽ പോയി മേടിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവിക കാര്യമാണ്. അങ്ങനെയാണ് ഇവിടെ നിന്നുകൊണ്ട് പ്രശ്നമുണ്ടാക്കാതെ മാറാമെന്ന് വെച്ചത്. ഇന്ന് വരെ അതിന് പങ്കം കൂടാതെ ദൈവം നടത്തുന്നു. പിന്നെ ഉപദേശ വിഷയത്തിൽ ഒത്തിരി കാര്യങ്ങൾ യാക്കോബായ സഭയായിട്ട് പറയാനുണ്ട്. അപ്പോൾ ഈ വേർപാട് ഉപദേശ വിഷയങ്ങളിൽ നമ്മൾ ദുരുപദേശങ്ങളിൽ നമ്മൾ വേർപെടണം, അവിശ്വാസികളോട് വേർപെടണം, ദുരുപദേശങ്ങളിൽ നിന്ന് വേർപെടണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നപ്പോഴാണ് അവിടെ നിന്ന് പുറപ്പെടാനായിട്ട് ഇടയായി തീർന്നത്. ഓക്കെ, ഇപ്പോൾ എത്ര വർഷമായിട്ട് അച്ചായൻ സുവിശേഷ വേല ചെയ്യുന്നു? 25-ാമത്തെ വയസ്സ് തുടങ്ങിയതാണ്. ഇപ്പോൾ ഈ 80 വയസ്സിനിടയ്ക്കായി ഇത്രയും കാലമൊക്കെയും ആഴ്ചയിൽ ഒരു ദിവസം വീതം ചെയ്ത കാലങ്ങളുണ്ട്. കൂടുതൽ ദിവസം ഇപ്പോഴത്തെ എൻ്റെ പീരീഡിൽ ഞാൻ ചെയ്യുന്നത് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ പോകും. ഏതൊക്കെ രീതിയിലാണ് സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നത്? ഇപ്പോൾ വീടുകളിൽ ചെന്ന് ട്രാക്റ്റുകൾ കൊടുക്കും. അവിടെ ഇരുന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയാൽ ഇരുന്ന് സംസാരിക്കും. പിന്നെ ബൈബിൾ ക്ലാസ് എടുക്കാൻ പോകും. യോഗത്തിനൊക്കെ അവരെ ആരാധനയ്ക്ക് ക്ഷണിക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ വിവിധ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഈ വേല നടന്നുകൊണ്ടിരിക്കുന്നത്. പല വിഷയങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സാമ്പത്തിക ഞെരുക്കാൻ പോയിക്കുന്നവർക്ക് എങ്ങനെ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടാമെന്നുള്ള ക്ലാസ് പഠിപ്പിക്കും. പിന്നെ ജോലിയില്ലാത്ത പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ വിവാഹം നടക്കാത്ത പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇങ്ങനെയുള്ള വേലകളാണ് ഇപ്പോൾ ഞാൻ അധികമായി. ഏതെങ്കിലും ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ? ഒരു സ്ഥലത്തും പോയിട്ടില്ല. അവരാവശ്യപ്പെടുന്ന ബൈബിൾ വിഷയം ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. എന്ത് വിഷയമാണ് വേണ്ടതെന്ന് വെച്ചാൽ അവരോട് ചോദിക്കും. അപ്പോൾ പറഞ്ഞാൽ ഞാൻ എൻ്റെ അറിവ് വെച്ചുള്ള കാര്യങ്ങൾ അവർ പഠിക്കും. ഞാൻ ബൈബിൾ ക്ലാസ്സിൽ പോയിട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ ഈ സുവിശേഷ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ദൈവം അത്ഭുതകരമായി ചെയ്ത പ്രവർത്തികൾ, അച്ചായൻ്റെ പ്രവർത്തനങ്ങളിലൂടെ, പ്രാർത്ഥനയിലൂടെ ഒക്കെ ചെയ്ത 1-2 പ്രവർത്തികളെ കുറിച്ചൊന്ന് വിവരിക്കാമോ? രോഗികൾക്ക് സൗഖ്യം കിട്ടിയത്, അല്ലെങ്കിൽ മക്കളില്ലാതെ ഭാരപ്പെട്ടവർക്ക് മക്കൾ ലഭിച്ചത്, കടബാധയിൽ ഭാരപ്പെട്ടവർക്ക് വിടുതൽ ലഭിച്ചത്, ഒരു 2-3 സന്ദർഭങ്ങളൊന്ന് പറയാമോ? ഇവിടെ അടുത്തൊരു വീട്ടിലെ അവർക്ക് മക്കളില്ലായിരുന്നു. അവർക്ക് വേണ്ടി ഞാനിങ്ങനെ പ്രമാണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അവിടെ ചെന്നപ്പോൾ ഞാനവരോട് പറഞ്ഞു, ദൈവവചനത്തിൽ തലമുറ ഉണ്ടാകാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: യഹോവയെ തന്നെ സേവിപ്പീൻ, അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, ഗർഭമലസുന്നോളും മച്ചിയും നിൻ്റെ ദേശത്ത് ഉണ്ടാകയില്ല, ഞാൻ നിൻ്റെ ആയുഷ്കാലം പൂർത്തിയാക്കും. അപ്പോൾ തലമുറകളില്ലാതിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ, 1, യഹോവയെ തന്നെ സേവിക്കണം. പക്ഷേ പല ആളുകളും ദൈവത്തെ മാത്രം സേവിക്കുന്ന കൂട്ടത്തിലല്ല. ഇപ്പോൾ ആഹാബ് രാജാവിൻ്റെ കാലത്ത് ഏലിയാവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്: നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാലുവയ്ക്കും? യഹോവ ദൈവമാണെങ്കിൽ അവനെ സേവിക്ക്, ബാലാണ് ദൈവമെങ്കിൽ അവനെ സേവിക്ക് എന്ന് പറഞ്ഞ് സത്യദൈവം ആരാണെന്ന് ഏലിയാവ് തീ ഇറക്കി വെളിപ്പെടുത്തി കാണിച്ചു. എന്നിട്ടും ആഹാബ് ഇസബേലിൻ്റെ ആരാധനയ്ക്കാണ് പോയത്. സത്യം വെളിപ്പെടുത്തി കിട്ടാത്തത് കൊണ്ടല്ല, അനുസരിക്കാൻ മനസ്സില്ലാത്തതാണ് അതിൻ്റെ കാരണം. ഇപ്പോൾ താബോർ മലയിൽ കർത്താവിനോട് ചേർന്ന് പത്രോസും യാക്കോബും യോഹന്നാനും അവർ പറഞ്ഞൊരു കാര്യമുണ്ട്: ഞങ്ങൾ 3 കുടിലുണ്ടാക്കാം, 1 നിനക്കും, 1 മോശയ്ക്കും, 1 ഏലിയാവിനും എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവിനെ മോശയോടും ഏലിയാവിനോടും തുലനപ്പെടുത്തി അവർ സംസാരിച്ചപ്പോൾ സ്വർഗം ഒരു കറക്ഷൻ അവിടെ നടത്തി. ഇവനാണ് എൻ്റെ പ്രിയപുത്രൻ, ഇവനാണ് നിങ്ങൾ ചെവി കൊടുക്കേണ്ടത്.
അപ്പോൾ യേശു ക്രിസ്തുവിനെ വേറെ ആരോടും താരതമ്യപ്പെടുത്താനോ ഓമിക്കാനോ നമുക്ക് അവകാശമില്ല. അവർക്ക് പറ്റിയതായ ആ തെറ്റ് ദൈവം തന്നെ തിരുത്തി കൊടുത്തു. ഇവനാണ് എൻ്റെ പ്രിയപുത്രൻ, യവനാണ് ശ്രദ്ധിക്കേണ്ടത്, യവനെ ശ്രദ്ധിക്കേണ്ടത്, യവനോടൊപ്പം ഏലിയാവിനെ മോശേനെയും ഒപ്പിക്കാൻ പാടില്ല എന്നവിടെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഈ തലമുറയില്ലാത്ത ജീവിതങ്ങൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, യഹോവയെ തന്നെ സേവിക്കണം. രണ്ടാമത്, സമർപ്പണത്തോടുകൂടെ പ്രാർത്ഥിക്കണം. അതായത് ഹന്ന തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നാളുകളായി പ്രാർത്ഥിച്ചു. അവസാനം ഹന്നയുടെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? യഹോവേ, എനിക്കൊരു തലമുറയെ തന്നാൽ ഞാൻ ദൈവത്തിന് വേണ്ടി അതിനെ വളർത്തും. ആ തീരുമാനത്തിൻ്റെ പ്രതിഷ്ഠയുടെ മുമ്പിലാണ് ഹന്നയ്ക്ക് ഒരു തലമുറയെ ദൈവം കൊടുത്തത്. പിന്നെ രണ്ടാമത്, പിന്നെയും പല മക്കൾ ഹന്നയ്ക്കുണ്ടായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതിനാധാരമായിട്ടുള്ളത് ഏലി പ്രവാചകൻ ഏലി പുരോഹിതൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് വീണ്ടും തലമുറകൾ ഉണ്ടായത്. അപ്പോൾ രണ്ട് കാരണങ്ങൾ ഞാനിപ്പോൾ പറയാം. ഒന്ന്, ദൈവത്തെ തന്നെ സേവിക്കണം. പണ്ട് ഞാനിങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരു ഭാര്യയും ഭർത്താവിനും തലമുറയില്ലാതിരുന്നപ്പോൾ അവർ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അവർ വിശ്വാസത്തിലല്ലായിരുന്നു ആ കാലത്ത്. അതിനുശേഷം അവർ വിശ്വാസത്തിൽ കടന്നു വന്നപ്പോൾ അവർക്ക് ദൈവം ഒരു തലമുറയെ കൊടുത്തു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ദൈവഭാഗത്ത് വന്നപ്പോൾ ദൈവം ഒരു തലമുറയെ അവർക്ക് കൊടുത്തു. അപ്പോൾ കർത്താവിനെ മാത്രം സേവിക്കാതെ നമ്മൾ ഈ വിശുദ്ധന്മാരെയും കൂട്ടിച്ചേർത്ത് ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അവിടെ നിന്ന് നമ്മൾ വേർപെട്ട് കർത്താവിനോട് മാത്രം പ്രാർത്ഥിക്കാവൂ. അവൻ വീട്ടിൽ മച്ചിയായുള്ള മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. മാത്രമല്ല, ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ, ഞാൻ സകലയിടത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അപ്പോൾ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങൾക്കും കർത്താവിനെ സേവിക്കാം. ഇവിടെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചൊരു കുടുംബത്തിൽ ഒരു തലമുറയെ കൊടുത്തതായിട്ട് ഫ്രണ്ടാണ്, പ്രസവിച്ചിട്ടില്ല എന്ന കാര്യം കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ ജോലിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്ക് പലർക്കും ജോലി ദൈവം കൊടുത്തിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു ജോലി തരുന്നതിന് മുമ്പ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ അറിയിക്കണം. കർത്താവേ, എനിക്കൊരു ജോലി തന്നാൽ എൻ്റെ ദശാംശം ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കും. ദശാംശം കൊടുത്ത തലമുറയെല്ലാം ദൈവം മാനിച്ചിട്ടുണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരോട് എല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ദശാംശം കൊടുക്കണം, എന്നാലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുള്ളൂ. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം ഞാൻ നിന്നെ അനുഗ്രഹിക്കാം എന്ന് ദൈവം പറഞ്ഞു. ദൈവം പോസ്റ്റ് പറയുന്ന ദൈവമല്ല, ദൈവം അനുഗ്രഹിക്കും. അങ്ങനെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കൊരു ജോലി തന്നാൽ നിങ്ങളിങ്ങനെ കൊടുക്കാമെന്നൊരു പ്രതിഷ്ഠ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ദൈവം ഫലപ്രദമാക്കി തീർക്കും, നിങ്ങൾക്ക് ജോലി തരും എന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. അങ്ങനെ പലർക്കും ജോലി കിട്ടിയ സംഭവങ്ങളുണ്ട്. കർത്താവിന് സ്തോത്രം. അപ്പോൾ ഇപ്പോൾ ഈ 80-ാമത്തെ വയസ്സിൽ, ഇപ്പോൾ അച്ഛനെ വയസ്സെത്രയായി? 80 വയസ്സിലേക്ക് കടക്കാം. 80-ാമത്തെ വയസ്സിലും സുവിശേഷ പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതെ. അപ്പോൾ ഇത്രയും നാളത്തെ സുവിശേഷ പ്രവർത്തനം കൊണ്ട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഇപ്പൊ പുതിയ തലമുറയുടെ പുതുതായി സുവിശേഷ വേലയിലേക്ക് വരുന്ന ആളുകളോട് എന്താണ് അച്ഛൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം, ഹെഡ് ഓഫീസിനോട് പിണങ്ങി ബ്രാഞ്ച് നന്നായി ഒരു ചരിത്രം ലോകത്തിലില്ല. ദൈവമാണ് ഹെഡ് ഓഫീസ് എന്ന് ഞാൻ പറയുന്നത്. ആ ദൈവത്തെ കൂടാതെ നന്നാകാൻ നിങ്ങൾ ആരും വിചാരിക്കരുത്. അതുകൊണ്ട് ദൈവത്തോട് നിങ്ങൾ ബന്ധപ്പെട്ടേ പോകാവൂ എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. യുവതലമുറയ്ക്ക് ദൈവവിശ്വാസം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവരോട് എന്തെല്ലാം പറഞ്ഞാലും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവർ എപ്പോഴും മൊബൈൽ ഫോണും കൈ പിടിച്ച് അതിൽ മാത്രം ശ്രദ്ധ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവ് വരാറായി, കർത്താവിൻ്റെ വരവിന് വേണ്ടി ജീവിക്കണം, കർത്താവിന് വേണ്ടി ഒരുങ്ങണം. ഞാൻ അവരോട് പറയും, ഈ ലോകത്തിൽ നമ്മൾ എന്തുമാത്രം സ്വത്ത് സമ്പാദിച്ചാലും, ഒരു വാട്ടർ ടാങ്ക് നിറച്ച് വെള്ളമുണ്ടെങ്കിലും അത്യാവശ്യത്തിന് വെള്ളമല്ലേ നമ്മൾ ഉപയോഗിക്കണുള്ളൂ, ബാക്കിയുള്ളത് കെടുക്കല്ലേ ഉള്ളൂ. കോടാനുകോടി സ്വത്ത് നമ്മൾ ഈ ലോകത്തിൽ സമ്പാദിച്ചാലും ദൈവമില്ലാതെ പോയാൽ നമ്മുടെ ഒന്നില്ലാത്ത പൂജ്യമായി നമ്മുടെ ജീവിതം മാറും. എത്ര പൂജ്യമിട്ടാലും പൂജ്യത്തിന് വിലയില്ല. എന്നാൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാ പൂജ്യവും വിലയുള്ളതാണ്. ആ അറിവ് പലർക്കുമില്ല. ദൈവത്തെ കൂടാതെ നന്നാവാമെന്ന് എല്ലാവരും ധരിച്ചിരിക്കുന്നു. എന്നാൽ
അത് അവരുടെ ചിന്താഗതി വെറും വ്യർത്ഥമാണ് എന്ന് എനിക്ക് പറയാനുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും അച്ഛൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പൊതുജനം അറിയണം എന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ? ജീവിതത്തിലെ കഷ്ടതകളോ? എനിക്ക് ആ വിഷയങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് ആഗ്രഹമുള്ളത്, ഞാൻ നരകത്തെക്കുറിച്ചൊരു ട്രാക്ക് ചെയ്തു. നരകമുണ്ടോ, ഉണ്ടെങ്കിൽ എവിടെയാണ്, അതിലെന്തൊക്കെ ഉണ്ട്, ആരൊക്കെ പോകും, എങ്ങനെ രക്ഷ പ്രാപിക്കാം, ഇത്രയും പോയിന്റുകളാണ് അതിനകത്ത് എഴുതിയത്. അപ്പോൾ നരകത്തിലെ കാലാവധിയെക്കുറിച്ച് ഞാൻ ഓർത്തപ്പോൾ, രാപ്പകൽ എന്നേക്കും തീയും ഗന്ധവും കത്തുന്ന പുഴയിൽ യാതന അനുഭവിക്കണം എന്നുള്ള കാര്യം ഞാൻ എഴുതി വന്നപ്പോൾ എനിക്ക് തോന്നി, എൻ്റെ ദൈവമേ, ജീവപര്യന്തം തടവിന് വെച്ച കുറ്റവാളിക്ക് പോലും 8-10 വർഷം കഴിയുമ്പോൾ വീട്ടിൽ പോരാ. പേര് കേട്ട ജീവനിൽ നിന്നാണെങ്കിൽ കാലാവധിയുണ്ട്. എന്നാൽ നരകത്തിൽ കാലാവധി ഇല്ലല്ലോ. രാപ്പകൽ എന്നേക്കെന്നുള്ള വാക്ക് ഞാൻ കേട്ടപ്പോൾ എൻ്റെ നാട്ടിൽ ആരും നരകത്തിൽ പോകാൻ പാടില്ല എന്ന് വിചാരിച്ച് ഞാൻ ഈ ലഘുലേഖ 750 വീട്, എൻ്റെ ഈ നാട്ടിൽ ഉള്ള 750 വീട്ടിൽ ഞാൻ കൊടുത്തു. ഞാൻ അവരോട് പറഞ്ഞു, സഹോദരന്മാരെ, കല്യാണം വിളിക്കാൻ ഒരാൾ വന്നാൽ ഒരാളോടായിരിക്കും ചിലപ്പോൾ പറയുള്ളൂ. നിങ്ങൾ ബാക്കിയുള്ളവരോട് നിങ്ങളാണ് പറഞ്ഞാൽ വിവരം അറിയിക്കുന്നത്. എനിക്ക് നിങ്ങളെല്ലാവരെയും കണ്ട് ഈ കാര്യം പറയാൻ സമയമില്ല. ഈ സന്ദേശം നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരോടും നിങ്ങൾ പറയണം. ആരും മരിച്ചാൽ നരകത്തിൽ പോകാൻ പാടില്ല, അവരെ കർത്താവിൻ്റെ രാജ്യത്തിൽ പോകണം എന്നുള്ള കാര്യം ഞാൻ അവരോട് പറഞ്ഞു. 750 വീട്ടിൽ ഞാനത് കൊടുത്തു. അപ്പോഴേക്കും എനിക്ക് ഭാര്യയ്ക്ക് സുഖമില്ലാതെ, എനിക്ക് ഇട്ടേച്ച് പോകാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഞാൻ കൊടുക്കൽ നിർത്തിയത്. എൻ്റെ നാട്ടിലെ, കാരണം അവരുടെ രക്തത്തിൻ്റെ കടപ്പാട് എന്നോടാണെന്ന് എനിക്കറിയാം. നീ അത് പറഞ്ഞില്ലെങ്കിൽ അവരുടെ രക്തം ഞാൻ നിന്നോട് ചോദിക്കുമെന്നുള്ള ആ വാക്യത്തിൻ്റെ മുമ്പിലാണ് ഈ ആത്മഭാരത്തോടെ ഞാൻ വേല ചെയ്തത്. എന്നാൽ അതിനെല്ലാം ഫലം കൊടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ അവരുടെ പേരെല്ലാം എഴുതി വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ വേലയുടെ പ്രധാന കാരണം, ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളാണ്. 1100 കുടുംബങ്ങൾ എൻ്റെ നാട്ടിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. 191 രാജ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും എൻ്റെ പ്രാർത്ഥന ലിസ്റ്റിലുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കാനഡയിൽ കർത്താവിൻ്റെ അവിടെ കാനഡയിൽ പോയി അവിടെ ബൈബിൾ ക്ലാസ് എടുക്കാനും അവരോടൊക്കെ ആത്മീയ ബന്ധം പുലർത്താനൊക്കെ ദൈവം ഇടയാക്കി. 191 രാജ്യങ്ങളിൽ ഞാനിങ്ങനെ 190 പ്രാർത്ഥിച്ചു. 10 രാജ്യങ്ങളിൽ കൂടെ ദൈവം എന്നെ അയച്ചു. ബാക്കിയുള്ള രാജ്യത്തിൻ്റെയൊക്കെ മുകളിൽ കൂടെയൊക്കെ ദൈവം കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ കർത്താവിൻ്റെ വേല എനിക്ക് എവിടെ അവസരം കിട്ടുന്നുവോ അവിടെ എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആരും നരകത്തിൽ പോകാൻ പാടില്ല, അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യം പറഞ്ഞു കൊടുക്കും. കേട്ടാലും കേട്ടില്ലെങ്കിലും നീ എൻ്റെ വചനം അവരോട് പ്രസ്താവിക്കണം എന്നുള്ള വചനപ്രകാരമാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേട്ടില്ലെങ്കിൽ എനിക്ക് വിഷയമില്ല, എൻ്റെ കടപ്പാടിയെ നിർവഹിച്ച് ഞാൻ പോരും. അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ എത്ര ട്രാക്റ്റുകൾ എഴുതിയിട്ടുണ്ട്? ഞാൻ ഓരോ പ്രാവശ്യവും 2000 ട്രാക്റ്റ് എഴുതാണ് അടിക്കുന്നത്. 1500 രൂപ കൊടുക്കും, 2000 ട്രാക്റ്റ് അടിക്കും. അപ്പോൾ ആദ്യം ഞാനൊരു ട്രാക്റ്റ് അടിച്ചത് യേശുക്രിസ്തു ആര്, അവൻ എന്തിനു വന്നു എന്നുള്ളത്. ഒത്തിരി വർഷം മുമ്പാണ് ഞാൻ അടിച്ചത്. പിന്നെ ഒരു ട്രാക്റ്റ് അടിച്ചു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെയാണ്, മരിച്ചാൽ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ ഒരെണ്ണം അടിച്ചു, സമാധാനം എവിടെ കിട്ടും എന്ന് പറഞ്ഞടിച്ചു. പിന്നെ ഒരെണ്ണം അടിച്ചത്, ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യത എവിടെ ചെലവഴിക്കും, സ്വർഗത്തിലോ നരകത്തിലോ, യേശു എങ്ങനെയുള്ളവനെന്ന് പറഞ്ഞ് ഒരെണ്ണം അടിച്ചു. പിന്നീട് യേശുക്രിസ്തു ആര്, അവൻ എന്തിനു വന്നു, അനുഗമിക്കാൻ കൊള്ളാം നേതാവ് യേശുക്രിസ്തു എന്തുകൊണ്ട് എന്ന് പറഞ്ഞ് ഒരെണ്ണം അടിച്ചു. പിന്നെ നരകത്തെക്കുറിച്ച് ഒരെണ്ണം അടിച്ചു. നരകമുണ്ടോ, ഉണ്ടെങ്കിൽ എവിടെയാണ്, അതിലെന്തൊക്കെ ഉണ്ട്, ആരൊക്കെ പോകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് അടിച്ചു. പിന്നെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെക്കുറിച്ച് അടിച്ചു. ഇങ്ങനെ പിന്നെ തകർന്ന ജീവിതത്തിൻ്റെ ശില്പി എന്ന് പറഞ്ഞ ഒരെണ്ണം അടിച്ചു. ഞാൻ ഒത്തിരി ട്രാക്റ്റുകൾ 10-12 എണ്ണത്തോളം ഞാൻ അടിച്ചു. അതിൻ്റെ ഓരോ കോപ്പികൾ ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടി വന്നാൽ അതൊക്കെ വീണ്ടും അടിക്കാം. പിന്നെ ഇവിടെ പ്രസ്സിൽ ഇപ്പോൾ പുതിയ ട്രാക്ക് അടിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രൂഫ് നോക്കാൻ പോയാൽ മതി. അല്ലെങ്കിൽ പിന്നെ അവരോട് പറഞ്ഞാൽ പഴയതാണെങ്കിൽ അവർ വീണ്ടും അടിച്ചു വയ്ക്കും. അങ്ങനെ ഇപ്പോൾ പോകുന്നു. ഇനി എന്താണ് അച്ചായൻ്റെ പദ്ധതികളും പ്ലാനുകളും എന്താണ് സുവിശേഷ വേലയിൽ?
ഇനി എൻ്റെ സുവിശേഷ വേലയിൽ അനേക ആത്മാക്കൾ കർത്താവിന് വേണ്ടി നേടണം എന്നുള്ളതാണ്. ഞാൻ കർത്താവിനോട് കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ച് പറഞ്ഞ ഇങ്ങനെയാണ്: കർത്താവേ, എനിക്ക് ആത്മാക്കളെ തരണം. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ലക്ഷ്യം. എനിക്ക് ഭൂമിയിൽ ഇനി 10 വയസ്സ് സമ്പാദിക്കണമെന്ന് ആശയില്ല. ജീവിക്കാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. ഉണ്ണാനും ഉടുപ്പാനുടെയും മതിയെന്ന് പറഞ്ഞു, അതെനിക്ക് ദൈവം തന്നിട്ടുണ്ട്. തലമുറകളെല്ലാം കുടുംബക്കാര്യങ്ങളൊക്കെ ഒന്ന് മോനാണ് കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കുടുംബത്തിനൊക്കെ ഞാനൊരു വിട്ടു കൊടുത്തു, അവരാണ് നോക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞാൽ ദൈവകൃപയാൽ എനിക്കൊരു ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോളില്ല, പിന്നെ കണ്ണിന് കാഴ്ചക്കുറവില്ല, എനിക്ക് വായിക്കുന്നതിന് കണ്ണടി വേണ്ട, പിന്നെ ചെവിക്ക് കേൾവിക്കുറവില്ല, അത്യാവശ്യം പണ്ടത്തെ പോലെ തന്നെ ഓർമ്മയൊക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട്. പിന്നെ ടെൻഷനില്ല, അശേഷം ടെൻഷനില്ലാതെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു, ജോസഫേ, നിനക്കെന്താ ടെൻഷനില്ലാത്തത്? ഞാൻ അവരോട് പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അപ്പൻ കുടുംബം നോക്കാനുണ്ടെങ്കിൽ മക്കൾക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലും അവൻ്റെ മേലിട്ടുകൊള്ളു. അപ്പോൾ രണ്ടാമത്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താണുള്ളവരല്ല എന്നറിയുന്നില്ലയോ? അപ്പോൾ യേശു കർത്താവിൻ്റെ രക്തം കൊടുത്ത് തന്നെ വിലയ്ക്ക് മേടിച്ചേക്കണമെന്ന് എനിക്കറിയാം. ഒരു പശുവിനെ നമ്മൾ വിലയ്ക്ക് വാങ്ങിച്ചാൽ പശുവിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പശുവിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും വില കൊടുത്തവനല്ലേ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് വില കൊടുത്ത് മേടിച്ച എൻ്റെ കാര്യം നോക്കാൻ കർത്താവ് ഉണ്ടെന്നുള്ള അറിവാണ് എൻ്റെ ഭാരം ഒഴിവാക്കിയത്. പിന്നെ മൂന്നാമത് ഞാനിങ്ങനെ ചിന്തിച്ചു, ഒരു ഇൻഷുറൻസ് ചെയ്ത വണ്ടിക്ക് കള്ളം കൊണ്ടുപോയാലും ഇടിച്ചു നശിച്ചാലും കമ്പനി ഉത്തരവാദിയല്ലേ. പിന്നെ എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കണേ? ഒരു ടെൻഷൻ എന്ത് സംഭവിച്ചാലും ദൈവഹിതം ആണെന്ന് ഞാൻ വിചാരിക്കുകയുള്ളൂ. അതിനകത്ത് ദൈവത്തെ പരാതി പറയില്ല. അങ്ങനെ പോകുന്നു. ഓക്കെ, എന്തായാലും ഇത്രയും സമയം അച്ചാനുമായിട്ട് അച്ചാൻ്റെ അനുഭവ സാക്ഷ്യം കേൾക്കുവാൻ അവസരം ലഭിച്ചതിലുള്ള നന്ദി അറിയിക്കുന്നു. പൊതുവെ ഇപ്പോൾ ഈ ചെറുപ്പക്കാരായിട്ടുള്ള സുവിശേഷ പ്രവർത്തകരോട് ഈ 80 വയസ്സുള്ള ഒരു സുവിശേഷൻ എന്ന നിലയ്ക്ക് അച്ചാൻ എന്താണ് ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? ഇപ്പോഴത്തെ സുവിശേഷ പ്രവർത്തകരാരും വാസ്തവത്തിൽ ആത്മാർത്ഥതയോടെ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നില്ല. അവരൊരു ഉപജീവന മാർഗമായിട്ടും ഒരു ഉദ്യോഗമായിട്ടും മാത്രമാണ് സുവിശേഷ വേല കാണുന്നത്. ആത്മഭാരമുള്ള ഒരു ദൈവദാസനാണെങ്കിൽ അവനൊരു നാഴിക വീട്ടിലിരിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇന്ന് പലരും വേലയ്ക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു വീട്ടിൽ പോലും പോകുമോ, അവരോട് കർത്താവിനെ കുറിച്ച് പറയുകയോ ഒന്നും അവർ ചെയ്യുന്നില്ല. അപ്പോൾ വേലക്കാരാന്നുള്ള ലേവലല്ലാതെ അവരൊന്നും ചെയ്യുന്നില്ല. പിന്നെ ചുരുക്കം ചിലർ, എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്, ചുരുക്കം ചിലരൊക്കെ വേല ചെയ്യുന്നുണ്ട്. പക്ഷേ സഭാഭരണം അവരുടെ വിശ്വാസികളുടെ വീട്ടിൽ മാത്രം കടന്നു പോകുന്ന ഒരു പ്രവണതയാണ് ഞാൻ കാണുന്നത്. ഒറ്റ അവിശ്വാസിയുടെ വീട്ടിൽ പോകുമോ, അവരോട് ദൈവവാരം പറയുമോ, അവരെ യോഗത്തിന് വിളിക്കുകയോ ചെയ്യുന്നതായിട്ട് ഞാൻ ഇന്ന് വരെ ഇപ്പോൾ ഈ നേരത്തെയൊക്കെ പണ്ട് കാലത്തൊക്കെ ഒത്തിരി പേരിങ്ങനെ വീതാന്തോറൊക്കെ കയറി നടക്കാറുണ്ട്. ഇപ്പോൾ ഒരെണ്ണം ഒരു ദേവദാസന്മാർ പോലും ഒരു അവിശ്വാസിയുടെ വീട്ടിൽ പോകില്ല. ദൈവദാസനെ ലോകം അറിയുക പോലും ചെയ്യുന്നില്ല. പണ്ട് ഏലീശ ശൂനേമിൽ കൂടെ കടന്നു പോയപ്പോൾ നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഈ ദേവദാസൻ എന്ന ശൂന്യംകാരി കാണാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഇപ്പോൾ അങ്ങനെ അവനെ വിളിക്കാൻ പാകത്തിനൊരു ദേവദാസൻ കടന്നു പോകുന്നത് ഞാൻ എൻ്റെ ദൃഷ്ടിയിൽ പെടുന്നില്ല. പിന്നെ അത് കുറ്റപ്പെടുത്തി പറഞ്ഞൊന്നും തോന്നരുത്. പക്ഷേ കണ്ട അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. എന്നാൽ ആത്മഭാരത്തോടെ വേല കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യണം. അതിൻ്റെ പ്രതിഫലം കർത്താവ് തരും. ഓക്കെ, അപ്പോൾ ഇത്രയും സമയം അച്ചാനോട് സംസാരിക്കാൻ കഴിഞ്ഞ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. അച്ചാനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, വിലയേറിയ നാമത്തിന് നന്ദി പറയുന്ന അപ്പോൾ വീണ്ടും ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ കർത്താവ് സഹായിച്ചതിന് നന്ദി പറയുന്നു. ദേവദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ഇങ്ങനെയുള്ളതായ കർത്താവെ പ്രോഗ്രാമുകളൊക്കെ പിടിക്കുവാൻ തക്കവണ്ണം വിവിധ സ്ഥലങ്ങളിൽ കടന്നു പോകുവാൻ പ്രവർത്തിപ്പാനൊക്കെയും കർത്താവ് കൃപ കൊടുത്തല്ലോ. അതിനായിട്ട് നന്ദി പറയുന്നു. രണ്ട് വാർത്തക കാലത്തും ഒരുമിച്ചിരുന്ന് കർത്താവെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുവാൻ, അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുവാൻ കർത്താവ് ഇടയാക്കിയതിനായിട്ട് നന്ദി പറയുന്നു. ഇതിൻ്റെ സാക്ഷ്യം കേട്ട അനേക ജീവിതങ്ങൾക്ക് അത് അനുഗ്രഹമാക്കി തീർക്കണമേ. കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി അവർ ജീവിപ്പാൻ അവരെ സഹായിക്കണം. അവരെ പ്രത്യാശയുള്ള ജീവിതം നയിപ്പാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കരത്തിലെല്ലാം ശീലിപ്പിക്കും. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ പിതാവെ കേട്ട് പ്രവർത്തിക്കണം.